വ്യാപകമായ രീതിയിൽ ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ട്രഷറർ നാസർ കോയിക്കൽ എന്ന് പറയുന്ന കുറച്ച് കാലമായി ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ, അതായത് അൽ മുഖ്തർ ജൂലൈ തുടങ്ങിയിട്ട് 6 വർഷമായി, തുടക്കം മുതലേ അദ്ദേഹം ഞങ്ങൾക്കെതിരെ നുണപ്രചരണം നടത്തുന്ന പുള്ളിയുടെ സ്വഭാവമാണ്. ഞങ്ങൾ GST കൊടുക്കുന്നില്ലെന്നായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ആരോപണം. ഇന്ന് കേരളത്തിൽ 70 കോടി പരം ഈ ഒരു വർഷം തന്നെ ഞങ്ങൾ GST ഇനത്തിൽ മാത്രം അടച്ചു. എല്ലാം ബില്ലോടുകൂടി വിൽക്കുന്ന ഏക സ്ഥാപനമാണ് അൽ മുഖ്തർ ജൂലൈ. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ സംഘടനയിലുള്ളവർക്ക് എത്ര GST പെനാൽറ്റി അവർക്കെതിരെ ഒട്ടനവധി കേസാണ് GST ഇല്ലാതെ കിട്ടുന്നത്. കൂടാതെ അദ്ദേഹം പല നുണകളും പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ അദ്ദേഹം ഒരു വൻ കള്ളം, അതായത് ചെയ്യാനേ പറ്റാത്തൊരു കള്ളം, ഞാൻ 2000 കോടി രൂപയുമായി മുങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇവിടെ തന്നെ അദ്ദേഹം പറഞ്ഞ ആരോപണം ഉള്ള ദിവസവും ഞാനുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അദ്ദേഹം നുണ പ്രചരിപ്പിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ നാട് വിട്ടു എന്ന് പറയുന്നത്. അത് കൂടാതെ അതിനെ പൈസ വാങ്ങിച്ചുകൊണ്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഇതിനെ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ നുണ പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഈ പ്രസ് മീറ്റ് നടത്തുന്നത്. ഇതുപോലെയാണ് പച്ച നുണകളാണ് ഈ മറുനാടൻ മലയാളി പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുറച്ച് ബ്ലോഗേഴ്സിനെ വിളിച്ചു നുണപ്രചാരണം നടത്തുന്നു. അത് ജനങ്ങളെ അറിയിക്കുന്ന അൽ മുഖ്തർ ജൂവലറി 100% സന്തോഷം എന്ന പദ്ധതിയിലൂടെ കേരളത്തില് ഏകദേശം 80% വിവാഹ പാർട്ടികൾക്ക് കഴിഞ്ഞ വർഷം തന്നെ പണിക്കൂലി ഇല്ല ഞങ്ങൾ നൽകി. കോടിക്കണക്കിന് രൂപ പണിക്കൂലി മറ്റ് ജൂവലറികൾ ഈടാക്കിയിരുന്നത് അത് കസ്റ്റമേഴ്സിന് തന്നെ ഞങ്ങൾ കൊടുത്തു. വരുന്ന വർഷം ഞങ്ങൾ പുതിയ ജില്ലകളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഞങ്ങളുടെ വരവിനെ അവർക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അവർ നുണപ്രചാരണം നടത്തുകയാണ്. എല്ലാ ജില്ലകളിലും ഞങ്ങൾ വരുമ്പോഴും ഇവരിങ്ങനെയുള്ള പരിപാടികളുമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഞങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നുണ്ട്. കൂടാതെ ഇപ്പൊ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, സിവിൽ ആൻഡ് ക്രിമിനൽ കേസ്. ആൾറെഡി ഈ നാസർ കോയിക്കലിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെ കടയിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കെതിരെ കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബ്ലോഗേഴ്സ് വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് ഭാഗം അവർക്കെതിരെ സൈബർ കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകും. അതുപോലെ മറുനാടനെതിരെയും ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ കുറച്ച് നല്ല കഥ പറയും, കുറച്ച് ഇതുപോലെ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കെതിരെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്നും പുള്ളി കള്ളം പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നാട് വിട്ടു 2000 കോടി എന്ന് പറഞ്ഞ കള്ള പ്രചരണം യൂട്യൂബിലൂടെ ഇറക്കുക. അതേ 2000-ഓളം വരുന്ന തൊഴിലാളികളെ കൂടെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വ്യാപാരം, ഞങ്ങൾ കേരളത്തിലെ വ്യാപാരത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കുറച്ചു കാലമായിട്ട് യൂട്യൂബിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കേരളത്തിൽ ഞങ്ങളുടെ പുതിയ വരവ് എന്ന് പറഞ്ഞാൽ മുഖ്തർ മാളാണ്. അതിലൂടെ ഞങ്ങൾ 3000-ഓളം പുതിയ തൊഴിലവസരങ്ങളാണ്, 3000-ഓളം ചെറുപ്പക്കാർക്ക് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അൽ മുഖ്തർ ഗോൾഡ് മാള് വരുന്നത്. അത് കോഴിക്കോടും അതുപോലെ കാസർഗോഡ് 1 ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് വരുന്ന മാളുകളാണ് ഞങ്ങൾ ആവിർഭാവം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതിനെല്ലാം കേരളത്തിന്റെ വികസനത്തിന് തന്നെ ഇദ്ദേഹം തടയിടുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കൊള്ള ലാഭം കൊയ്യാനായിട്ട് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ അതിശയം. അവർ പറയുന്ന വിലയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ് അവരെ അതിശയം. അത് ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. GDJMMA എന്നുള്ള പ്രസ്ഥാനം നിങ്ങൾക്കറിയാം, ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജൂവലറി മാനുഫാക്ചറിംഗ് മർച്ചന്റ് അസോസിയേഷൻ എന്ന പ്രസ്ഥാനം നിലവിൽ വരികയും അത് ഇന്ന് കേരളത്തിലെ സ്വർണ്ണ വിപണന രംഗത്ത് ഇടപെടുകയും അതിന്റെ വില നിർണ്ണയിക്കുന്നതിൽ ഇടപെടുകയും ഇന്ന് നിങ്ങൾക്കറിയാം മറ്റു ജൂവലറികൾ 300-400 രൂപ ഇന്റർനാഷണൽ സ്വർണ്ണവിലയേക്കാളും കൂട്ടി വയ്ക്കുമ്പോൾ നമ്മൾ അത് കുറച്ചാണ് ഇന്ന് ജനങ്ങൾക്ക് നൽകുന്നത്. ഇതൊന്നും അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കള്ള ദുഷ്പ്രചരണങ്ങൾ അവർ നടത്തുന്നത്. അവർ കേരളത്തിന്റെ വികസനത്തെ തടയുകയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഒന്നും വാങ്ങാത്തൊരവസ്ഥയാണ്. കാര്യം ഇതാണ് അമിത ലാഭം. ഇവിടെ നിന്ന് ആളുകൾ ചേക്കേറി മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്നിപ്പം ഞങ്ങൾ വിൽക്കുന്ന 7255 ഗ്രാമിന് 916 5 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓരോ ദിവസവും വെച്ച് നോക്കുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും ബുള്ളിയൻ റേറ്റിലും. അതനുസരിച്ച് ഇപ്പം ഇന്ന് കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പം ഞങ്ങൾ ആ റേറ്റ് ചെയ്തിട്ടുള്ളൂ 7040 രൂപ. നമ്മൾ മറ്റുള്ള ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന നിലയിലാണ് ഓരോ ദിവസവും നമ്മൾ ഇടപെട്ടുകൊണ്ട് കുറച്ച് 1 രൂപയെങ്കിലും കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു.
ചില ദിവസങ്ങളിൽ 200 വരെ ഞങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഈ ആഴ്ച. ഇല്ലില്ല, ഞങ്ങൾക്ക് ബാങ്ക് സോഴ്സ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ബുള്ളിയൻ വാങ്ങും. ഞങ്ങൾക്ക് കിട്ടുന്നവരെ ഞങ്ങൾ ചെറിയൊരു മാർജിൻ മാത്രമേ ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഈടാക്കുന്നുള്ളൂ. ഇത് ഒരുപാട് അങ്ങ് ഈടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മാല വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 15% കുറച്ച് ആരും വിൽക്കത്തില്ല. ഉണ്ടല്ലോ, ഞങ്ങൾ കൊടുക്കുന്ന വ്യാപാരികളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, EDGMയിൽ ഉണ്ടല്ലോ. എല്ലാ വ്യാപാരികൾക്കും ജനങ്ങൾക്കാണ്. ഇപ്പൊ ഞങ്ങളൊരു ഈ സീറോ മേക്കിംഗ് എന്നുള്ളത് ഇന്ന് ലോകത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദുബായിൽ എനിക്ക് സ്റ്റോർ ഉള്ളതാണ്. ഞാൻ മാത്രം ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഈ ബോംബെയിൽ സ്റ്റോർ ഉണ്ട്, എനിക്ക് വിദേശത്ത് സ്റ്റോറുണ്ട്. ഞാൻ എക്സ്പാൻഷൻ ചെല്ലാണ്. ദുബായിലൊക്കെ സീറോ മേക്കിംഗ് ആയി കഴിഞ്ഞു. ഇവിടെ കേരളത്തിലും ചില കടകൾ ഇപ്പൊ സീറോ ഫോളോ ചെയ്യുന്നു. സുഖമായിട്ട് സീറോ മേക്കിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് കുറച്ച് നമ്മൾ മെനക്കെടണമെന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ജനങ്ങൾക്കാണ് അതിന്റെ ലാഭം. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ മാത്രം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വൻ കൊള്ളയാണ് നടക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 1500 രൂപയാണ് പണിക്കൂലി മേടിക്കുന്നത്. അത് പണിക്കാരനും കിട്ടുന്നില്ല, ഒരു മാനുഫാക്ചറിനും കിട്ടുന്ന, ട്രയലിനും കിട്ടുന്നില്ല. ഒള്ളി ഈ കച്ചവടക്കാരന് മാത്രമാണ് ഇത്രയും ലാഭം. അത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. അതിനെതിരെ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ അവർ നടത്തുന്നത്. സീറോ മേക്കിംഗ് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ബുള്ളിയൻ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പർച്ചേസിലാണ് അതിന്റെ ആ കിട്ടുന്ന മാർജിൻ മതി നമുക്ക് സീറോ കൊടുക്കാം. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന റെഡി അല്ല, 3 months റോളിങ്ങിനാണ് സീറോ മേക്കിംഗ് കൊടുക്കുന്നത്. സാധാരണ മറ്റു കടകൾ 11 മാസം കഴിഞ്ഞാൽ സീറോ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുന്ന സർപ്ലസ്, ഫോർ എക്സാമ്പിൾ നമ്മളെ കടയിൽ ഒരുപാട് ബുക്കിംഗ് വരുന്നുണ്ട്. ആ ബുക്കിംഗിന്റെ സർപ്ലസ് വരുമ്പോൾ ഞങ്ങൾ അത് സീറോയ്ക്ക് വെക്കും റോളിങ്ങിന് വേണ്ടി. അതിൽ കിട്ടുന്ന മാർജിൻ മറ്റുള്ളവർക്ക് പണിക്കൂലി ഇല്ലാതെ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളൊരു ഐഡിയ. അതെ, സീസൺ സമയത്ത് നിങ്ങൾക്കറിയാം ഓണ സീസൺ, ചിങ്ങ മാസം ഞങ്ങൾ സീറോ ആയിരുന്നു. നവംബർ വെഡിങ് സീസൺ ആണ്, ഫുൾ സീറോ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വിവാഹ സീസണിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് സീറോയ്ക്ക് തന്നെ കൊടുക്കും. നേരത്തെ പ്ലാൻ ചെയ്ത് സാധനങ്ങൾ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മാർജിൻ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത് വിൽക്കും. ഞങ്ങൾക്ക് ലാഭമുണ്ട്, കസ്റ്റമറിന് ലാഭമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ കൊടുക്കും. അത് ജനങ്ങൾ കൂടുതൽ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നു. ഞാൻ GDGMMയിലും അതുപോലെ ലൈഫ് ടൈം ആൾ ഇന്ത്യ ജമ്മാൻ ജ്വല്ലറി കൗൺസിലിൽ ഞാൻ അംഗമാണ്. TMTയിൽ മാനുഫാക്ചറിംഗ്, ഇന്ത്യ മാനുഫാക്ചറിംഗ് ഉണ്ട്, ഗോൾഡിന് ഞാൻ അംഗമാണ്, ലൈഫ് ടൈം മെമ്പറാണ് ഞാൻ. ഈ കാര്യത്തിൽ അവർ പറയുന്നത് ഇവരുമായിട്ട് അലയൻസിലാവണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയുന്നതാണ് നിങ്ങളും കൂടെ സീറോയിൽ വരെ ഞങ്ങൾ അലയൻസിൽ തയ്യാറാവും. അപ്പൊ അവർ പറയുന്നത് ഈ മാർക്ക് റേറ്റ് കൂട്ടി വെക്കും എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അതാണ് നമ്മൾക്കിപ്പോൾ വീണ്ടും ചർച്ചകളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നും തീരുമാനം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അലയൻസിന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു ഭൂരിഭാഗം വ്യാപാരികളുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സീറോ മേക്കിംഗ് ആണ് ഞങ്ങളൊരു മോഡ് ഓഫ് ഓപ്പറേഷൻ. എന്ന് പറഞ്ഞാൽ റെഡിയല്ല ഞങ്ങൾ കൊടുക്കുന്നത്, 90 days ആണ് ഞങ്ങൾ അതിന് ടൈം വെക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ്. വിൽ ഡു ദ ലേറ്റ്. ഈ ഓഫർ വന്ന ശേഷം വേറെ ജ്വല്ലറി ഗ്രൂപ്പുകൾ ആരെങ്കിലും ഒക്കെ ഈ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് ജ്വല്ലറികൾ വന്നിട്ടുണ്ട്. കടകളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ജ്വല്ലറികൾ ഇപ്പൊ സീറോ തുടങ്ങിയിട്ടുണ്ട്. സീറോ കൊടുക്കാൻ പറ്റുന്നുണ്ട്, പലരും കൊടുക്കുന്നുണ്ട്. ഓഫറായിട്ടും കൊടുക്കുന്നുണ്ട്, ബുക്കിങ്ങിനും കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അതേ പദ്ധതികൾ പിൻപറ്റി വ്യാപാരം തുടങ്ങിയിട്ടുണ്ട്. വ്യാപാരികൾ സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. പ്രധാന കാരണം ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലോട്ട് പോകുന്നു, അതിനെ തടയുക. പിന്നെ ഒരു കള്ളപ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ അഡ്വാൻസ് ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിനെ പാനിക്കാക്കുക എന്നുള്ള ഒരു കുതന്ത്രം കൂടെ ഒരു മനസ്സിലുണ്ട്. അപ്പൊ ഞാനിവിടെ ഉള്ളപ്പോൾ എന്നെ പറ്റി ഞാനില്ല എന്ന് പറഞ്ഞ് കള്ളപ്രചരണം അവർ നടത്തുക. അതുപോലെ GST കൊടുക്കാതെയാണ് ഞാൻ വ്യാപാരം ചെയ്യുന്നത്, കള്ളപ്രചരണം നടത്തി. അതുപോലെ BSIക്കെതിരെ ഇവര് കള്ളപ്രചരണം പറഞ്ഞ് ഞങ്ങൾ ഹാൾമാർക്ക് ഇല്ലാതെയാണ് വിൽക്കുന്നത്. ഞങ്ങൾ സുപ്രീം കോടതി വെർഡിക്റ്റോടുകൂടി ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് സാധനം ഞങ്ങൾ റിലീസ് ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞ് ഇത് കറക്റ്റാണ്, ഇറക്കാം. ആ അവസ്ഥയാണ് അൽ മുക്തർ ഗ്രൂപ്പിനുള്ളത്. ഇവിടെ കള്ളപ്രചരണങ്ങൾ പല മണ്ഡലങ്ങളിൽ ചെന്ന് കള്ള പരാതികൾ കൊടുക്കുക. അവരന്വേഷിക്കുമ്പോൾ നിജസ്ഥിതിയിൽ സത്യസന്ധത. ഇന്ന് വന്ന ലോകത്ത് വന്ന ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, മൂവി കാണാനായിട്ട് എല്ലാവരും പോകുന്നില്ല, OTT പ്ലാറ്റ്ഫോമിൽ കാണുന്നത്. അതുപോലെ തന്നെ റോബോട്ടിക്കും ടെക്നോളജിയൊക്കെ വന്ന ആളുകളെല്ലാം ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പൊ ലോകം മാറുന്നതിനനുസരിച്ച് അവരും മാറാൻ ശ്രമിക്കണം. പിന്നെ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് വാങ്ങിച്ച് അതിന്റെ പുറത്ത് ലാഭമിട്ട് വിൽക്കുന്ന പരിപാടി ആലോചിച്ചുകൊണ്ട് നടന്ന അതിന് വ്യാപാരമേ ഒരു മോഡലല്ല. അവര് അല്ലാതെ തന്നെ ഞാനില്ലെങ്കിൽ തന്നെ അവർക്ക് പണിയാവും ഇന്നത്തെ കാലഘട്ടത്തിൽ. കാര്യം ആരാണോ ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന അവിടെ കസ്റ്റമർ പോകത്തുള്ളൂ. ഞങ്ങളിപ്പം മാർക്കറ്റിൽ അത്രത്തോളം മെനക്കെട്ട് ഞങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ പർച്ചേസ് മാനുഫാക്ചറിങ് വളരെ സ്ട്രോങ് ആണ്. വിൽപ്പനയെക്കാളും സ്ട്രോങ് ഈ ഏരിയയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പറ്റണമെന്നില്ല. അങ്ങനെ ചുമ്മാ ഓഫർ ഇടാനും പറ്റില്ല. അതിന് നല്ല രീതിയിൽ എല്ലാ മേഖലയിലും അത് വർക്ക് ചെയ്താലേ അതിന് കറക്റ്റ് ഈ പറഞ്ഞ സീറോയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൈ കൊള്ളും. അങ്ങനെയുള്ളൊരു ഗെയിമാണിത്.